ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ബി ആർ കെ ആസ്പിരൻ്റ് ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ടും നാറ്റ എക്സാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കുട്ടികളിലുമുള്ള ആർക്കിടെക്ചർ അഭിരുചി മനസ്സിലാക്കാനാണ് നാറ്റ എക്സാം നടത്തുന്നത്. അപ്പോൾ ഈ നാറ്റ എക്സാം എഴുതുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നാറ്റ എക്സാം എഴുതാതെ ആർക്കും ഇന്ത്യയിലെ ആർക്കിടെക്ചർ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവുന്നതല്ല, അതർ ദാൻ NIT SPS എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ ക്രിസ്പായിട്ട് പറയാം. ഭയങ്കര ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും അത് കേൾക്കാനുള്ളൊരു സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ക്രിസ്പായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഇത് സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായി കേട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയുന്നതായിരിക്കും. ഓക്കെ, ആദ്യം നമുക്കിതിൻ്റെ സിലബസിലേക്ക് കടക്കാം. ഇപ്പോൾ ഓരോ കൊല്ലം ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള സിലബസാണ് നാറ്റയ്ക്കായിട്ട് COA ഒരുക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ നാറ്റയുടെ സിലബസിനെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ തവണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡ്രോയിങ് ഉണ്ട് എന്നുള്ളതാണ്. ഡ്രോയിങ് പണ്ട് നാറ്റയ്ക്ക് ഉണ്ടായിരുന്നൊരു ടോപ്പിക് തന്നെയാണ്, പക്ഷേ കൊറോണ സാഹചര്യത്തിൽ അത് ഒഴിവാക്കുകയായിരുന്നു. ഇപ്പോൾ അത് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഡ്രോയിങ് ആസ്പിരൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അത് ചെറിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചിട്ട് ഒരുപാട് ആർട്ടിസ്റ്റിക് ആയിട്ടൊരു ഡ്രോയിങ് അല്ല, ചില ടെക്നിക്കൽ ഡ്രോയിങ്സ് സ്കിൽസാണ് നമുക്ക് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അത് കൂടാതെ തന്നെ കോമ്പോസിഷൻ, കളർ തിയറീസ്, അതുപോലെ തന്നെ 3D കോമ്പോസിഷൻ, അതുപോലെ തന്നെ MCQs റിലേറ്റഡ് ടു ആർക്കിടെക്ചർ, അതുപോലെ തന്നെ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ഇത് റിലേറ്റ് ചെയ്തിട്ടൊക്കെ, അതുപോലെ തന്നെ ഡിസൈൻ എലമെൻറ്റ്സ്, അതുപോലെ തന്നെ സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചർ മുതലായ ഒരു വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമുക്ക് ഈ എക്സാമിനായിട്ട് ഉള്ളത്. അപ്പോൾ അതിൽ തന്നെ വെയിറ്റേജ് ഓഫ് മാർക്ക് ഡ്രോയിങ്ങിന് 80 മാർക്സ് ആണ് വരുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് വരുന്നത് ഏകദേശം 120 മാർക്കാണ്. ടോട്ടൽ 200 മാർക്കാണുള്ളത്. മിനിമം ക്വാളിഫിക്കേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. മിനിമം നാറ്റ ക്വാളിഫൈ ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണ് ഈവൻ നമുക്കൊരു പ്രൈവറ്റ് കോളേജിൽ മാനേജ്മെൻറ്റ് സീറ്റ് അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ NRI സീറ്റിന് പോലും എലിജിബിൾ ആവണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ മാർക്ക് മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാം എപ്പോൾ എഴുതണം എന്നുള്ളതാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു എക്സാം നമുക്ക് എല്ലാ വീക്കിലും എക്സാം നടത്തുന്നതാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് 6/4/2024 മുതലാണ്. 3 മണിക്കൂറിൻ്റെ എക്സാമാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് എല്ലാ വീക്കിലും എഴുതാൻ സാധിക്കും. എങ്കിൽ പോലും നമുക്കത് 3 ചാൻസാണ് ഒരു കുട്ടിക്ക് മാക്സിമം എഴുതാൻ സാധിക്കുക. 3 ചാൻസ് എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരെ ഹയസ്റ്റ് കിട്ടിയിട്ടുള്ള 2 മാർക്കിൻ്റെ ആവറേജ് ആയിരിക്കും എടുക്കുക. ഇനി അഥവാ 2 ചാൻസ് എഴുതിയിട്ടില്ലെങ്കിൽ ബെസ്റ്റ് ഓഫ് 2 ആയിരിക്കും എടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഏത് ഡേറ്റ് സെലക്ട് ചെയ്യണമെന്നുണ്ട്. തുടക്കത്തിലൊക്കെ ഉള്ള എക്സാംസിന് കമ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് വരുന്ന എക്സാംസിൻ്റെ മാർക്സ് സ്കോർ ചെയ്യാൻ കുറച്ചും കൂടി ടഫ്നെസ് കൂടി വരുന്നതായിട്ട് ഞാൻ പ്രീവിയസ്ലി കണ്ടിട്ടുണ്ട്. ഇത്തരം ഒരു മോഡൽ ഓഫ് എക്സാം നടത്തുമ്പോൾ നാറ്റ് ഇങ്ങനെ തന്നെയാണ് പണ്ടും നടത്തിയിരുന്നത്. പണ്ട് ഇങ്ങനെ ബെസ്റ്റ് ഓഫ് 2 ഒന്നും ഉണ്ടായിരുന്നില്ല, ആവറേജ് ആയിരുന്നു, ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബെസ്റ്റ് ഓഫ് 2 എന്നുള്ളൊരു ഓപ്ഷനും കൂടിയും COA ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വളരെ പോസിറ്റീവാണ്. അപ്പോൾ +2 ബോർഡ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് ഒരു 20 ഡേയ്സെങ്കിലും കഴിഞ്ഞിട്ട് ആദ്യത്തെ ചാൻസ് എഴുതാൻ ശ്രമിക്കുക. റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് ഓർ സെക്കൻഡ് വീക്കിൽ വേണമെങ്കിൽ എഴുതാം. ഓൾറെഡി പ്രിപ്പയർഡ് ആണെങ്കിൽ ഫസ്റ്റ് ചാൻസ്, സെക്കൻഡ് ചാൻസ് കുറച്ചും കൂടി സമയം എടുത്തിട്ട് എഴുതാം. എന്നാലും ഒരുപാട് ബാക്കിലേക്ക് വെക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. അപ്പോൾ ഈ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെല്ലാം തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് ഫീസ് പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. വൺസ് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും ബേസ്ഡ് ഓൺ യുവർ എക്സാം ഡേറ്റ് സെലക്ഷൻ ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഡേറ്റ്സ്. അപ്പോൾ അതനുസരിച്ച് ഇതനുസരിച്ച് നമുക്ക് എക്സാംസിന് പോയി എഴുതേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ഓൾ സാറ്റർഡേയ്സും സൺഡേയ്സുമായിട്ടാണ് ഈ എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട ചില ചെറിയ കാര്യങ്ങൾ ഞാൻ പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീം റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ നാറ്റ സ്കോറിൻ്റെയും ബേസിലാണ്. അപ്പോൾ ഈ ഒരു എക്സാം കണ്ടിന്യൂസ് ആയിട്ട് ജൂലൈ വരെ നടക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് ജൂലൈയിൽ ഒരു ഡേറ്റ് ഇപ്പോഴേ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കത് ആ സ്കോർ കൊണ്ട് യൂസ് ഇല്ലാതെ വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ കീം റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർ പറയും ഇന്ന ഡേറ്റിനുള്ളിൽ നാറ്റ സ്കോർ കിട്ടിയിട്ടുള്ള കുട്ടികളെയാണ് ഇതിന് പരിഗണിക്കുക എന്ന് പറയും. അപ്പോൾ ആ ഡേറ്റ് എന്താണെന്ന് പറയുകയാണെങ്കിൽ കീം ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു ഡേറ്റിന് മുമ്പ് കിട്ടുന്ന സ്കോറാണ് വാലിഡ് ആയിട്ടുള്ളത്. അപ്പോൾ +2 സ്കോർ സ്റ്റേറ്റ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് +1 +2 സ്കോർ, CBSE ആണെങ്കിൽ +2 സ്കോർ പ്ലസ് നാറ്റ സ്കോർ /2 ചെയ്തിട്ടുള്ള ഒരു വെയിറ്റേജ് ഇൻഡെക്സ് സ്കോറിൻ്റെ ബേസിലാണ് റാങ്ക് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇഗ്നൈറ്റ് സ്റ്റുഡൻസിനെ എന്നെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. പുറമേയുള്ള കുട്ടികളാണെങ്കിൽ ഓഫീസ് സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്യാം, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ളൊരു വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് ഇന്നോ നാളെയോ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഓരോ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൻ്റെ ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെ ശ്രദ്ധിക്കണം മുതലായ കാര്യങ്ങൾ ആ വീഡിയോയിൽ ഉണ്ടാവുന്നതായിരിക്കും. ആ വീഡിയോനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ജനറലായിട്ട് പറഞ്ഞാൽ ആപ്ലിക്കേഷനിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം ഫീസ് അടയ്ക്കുമ്പോഴാണ് നമ്മളൊരു എക്സാമിന് ഉണ്ടാവുന്നത്. തുടക്കത്തിൽ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ 2-3 തവണ എഴുതാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് ഒരുമിച്ച് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പല കുട്ടികളും ഇതുമായി ബന്ധപ്പെട്ട് എത്ര ഫീസ് വരും എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഫീസ് ഫോർ എനി സിംഗിൾ ടെസ്റ്റ് ആണെങ്കിൽ 1750 ആണ് മെയിലിന്, 1250 ആണ് ഫീമെയിലിന്. അതുപോലെ തന്നെ അത് 2 ടെസ്റ്റ് ഒരുമിച്ച് ചെയ്താണെങ്കിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 3250 ആയിട്ട് വരിക. 3 ടെസ്റ്റ് ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ 4500 ആണ് വരിക. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഫീസ് വെച്ചിട്ടുള്ളത്. ഇനി SC/ST വിഭാഗത്തിന് റിഡക്ഷൻ ഉണ്ടായിരിക്കും, ട്രാൻസ്ജെൻഡേഴ്സിന് റിഡക്ഷൻ ഉണ്ടായിരിക്കും. ഔട്ട്സൈഡ് ഇന്ത്യ ആകുമ്പോൾ ഫീസ് കൂടുതലായിരിക്കും. ഔട്ട്സൈഡ് ഇന്ത്യ ആണ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫീസ് കൂടുതലായിരിക്കും വരിക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എത്ര മാർക്സ് വേണം എലിജിബിലിറ്റിക്ക് എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ മിനിമം ഓഫ് 20 മാർക്സ് മസ്റ്റ് ബി സെക്യൂർഡ് ഇൻ പാർട്ട് A ആൻഡ് മിനിമം ഓഫ് 30 മാർക്ക് മസ്റ്റ് ബി സെക്യൂർഡ് ഇൻ പാർട്ട് B ആൻഡ് ദെൻ ഓവറോൾ അഗ്രേറ്റ് ഓഫ് മിനിമം 70 മാർക്സ് ഔട്ട് ഓഫ് 200 നമുക്ക് ആഡ് ചെയ്യുമ്പോഴും കിട്ടണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. മിനിമം 70 മാർക്സ് എങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ, പ്രൈവറ്റ് കോളേജിലാണെങ്കിൽ പോലും മാനേജ്മെൻറ്റ് സീറ്റോ മറ്റോ കിട്ടണമെങ്കിൽ പോലും മിനിമം 70 മാർക്സ് നാറ്റിക്ക് ഉണ്ടായിരിക്കണം. മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ഇത് ക്വാളിഫൈ ചെയ്യാതെ പോകുന്ന കുട്ടികൾക്ക് ഒരിക്കലും അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ല. അത് പല റീസൺസ് ഉണ്ട്. ഇപ്പോൾ COയുടെ ഇതിലൊക്കെ കിട്ടണമെങ്കിൽ, രജിസ്ട്രേഷനൊക്കെ കിട്ടണമെങ്കിൽ നാറ്റ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ ആയിരിക്കണം എന്നുള്ള റൂളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് മിനിമം കണ്ടീഷനാണ്. നമ്മൾ ടോപ്പ് റാങ്ക്സിനായി ശ്രമിക്കുമ്പോൾ മാക്സിമം നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, ഇനി എക്സാം സെൻറ്റേഴ്സിനെ പറ്റി പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് കേരളത്തിലെ എക്സാം സെൻറ്റേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കേരളത്തിൽ എറണാകുളം, കൊച്ചി, കണ്ണൂർ, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം, പാലക്കാട് മുതലായ എക്സാം സെൻറ്റേഴ്സാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് എല്ലാ ദിവസവും എല്ലായിടത്തും എക്സാം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ പ്രിഫറൻസ് വെച്ച് ഫസ്റ്റ് പ്രിഫറൻസും സെക്കൻഡ് പ്രിഫറൻസും വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് തൃശ്ശൂരാണ് വീടെന്ന് വെച്ചിട്ട് എപ്പോഴും തൃശ്ശൂർ തന്നെ കിട്ടണം എന്ന് നിർബന്ധമില്ല ഇനീഷ്യലി. അപ്പോൾ ഇപ്പോൾ ആപ്ലിക്കേഷൻ പ്രോസ്പെക്ടസിൽ ഉള്ള സെൻറ്റേഴ്സിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരം ഡീറ്റെയിൽസാണ് ബേസിക്കായിട്ട് പറയാനുള്ളത്. ഈ വീഡിയോ വളരെ ക്ലിയർ ആയിട്ട് ഫുൾ സ്റ്റെപ്സ് ആയിട്ട് കേൾക്കാൻ ശ്രമിക്കുക അപ്ലൈ ചെയ്യുന്നതിന് മുൻപ്. അതിനുശേഷം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ കുട്ടികൾക്കും പുറമുള്ള കുട്ടികൾക്കും നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എസ്പെഷ്യലി മെറിറ്റ് സീറ്റ്സ്, ഗവൺമെൻറ് കോളേജ് സീറ്റ്സിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. താങ്ക് യു.